ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കൈവിഷമിറക്കുന്ന ഒരു കട്ടൻ ചായയെക്കുറിച്ചാണ്. ഒരു സംഭവം കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നി, ഒപ്പം ലജ്ജ കൊണ്ട് ഞാൻ ശിരസ് താഴ്ത്തി. കാരണം ഒരു വൈദികനെ കുറിച്ച് പറയപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന കുടുംബ പ്രശ്നം, ജീവിത പ്രശ്നം, ഇതെല്ലാമായിട്ട് ചെല്ലുന്ന എല്ലാവർക്കും തന്നെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കൈവിഷം. അത് 5000 പേര് എന്നിട്ടുണ്ടെങ്കിൽ 5000 പേർക്കും കൈവിഷം. എനിക്കറിയാവുന്ന വസ്തുനിഷ്ഠമായിട്ട് ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയാവുന്ന പല വ്യക്തികളെയും ഞാനും കണ്ടുമുട്ടിയതാണ്. ആര് അവിടെ ചെന്നാലും ഈ വൈദികൻ പറഞ്ഞു കൊടുക്കാറുള്ളത് കൈവിഷമാണ്. കല്യാണം കഴിഞ്ഞ് വേറെ 1 മാസം മാത്രമായ ദമ്പതിമാർ ചെന്നിട്ടും അവരുടെയും പ്രശ്നം ഇതായിരുന്നു. 3 പ്രാവശ്യം, 1 കാപ്പിക്കകത്ത്, 2 പായസത്തിനകത്ത്, 3 ചോറിനകത്ത്, ഇങ്ങനെയെല്ലാം കൈവിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതാണ് അവരുടെ പ്രശ്നം. ഇനി അതിനുള്ള പരിഹാര മാർഗം ഇതാണ്: വെറും വയറ്റിൽ കട്ടൻ ചായ കുടിക്കണം. തേയില അവിടുന്ന് കിട്ടും, കാശ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വ്യഞ്ജനിച്ച വെള്ളം. എനിക്കറിയാവുന്ന കുറേ വ്യക്തികളുണ്ട് 5 കിലോ തേയിലയുടെ കട്ടൻ ചായ എങ്കിലും കുടിച്ചവരാണ്. വേറെ ചിലർ ഇത് കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും കംപ്ലീറ്റ് അങ്ങ് പോയിട്ടില്ല. വീണ്ടും ഒരു 3 കിലോ തേയിലയുടെ ചായയും കൂടെ കുടിച്ച വ്യക്തികളെ എനിക്കറിയാം. ഇത് കേട്ടപ്പോൾ ഞാനും ഒരു പുരോഹിതനാണല്ലോ, എനിക്ക് ലജ്ജ തോന്നി. യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമുക്ക് വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന ഔഷധം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം കട്ടൻ ചായയാണോ? വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് മാറാൻ ചെളി കലക്കിയ വെള്ളം കൊടുത്താലും അവർ കുടിക്കും. ഇന്ന് വൈകാരികത മുറ്റി നിൽക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. വൈകാരികതയെ മുതലെടുക്കാൻ നോക്കുന്ന വ്യക്തികളെയും നമ്മൾ കണ്ടെന്നു വരും. ഇതൊക്കെ യഥാർത്ഥമായ ആത്മീയതയ്ക്ക് ചേർന്നു പോകുന്ന കാര്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: നമ്മുടെ ജീവിത പ്രശ്നം എന്തു തന്നെയാണെങ്കിലും അതിനുള്ള പരിഹാരം ദൈവമാണ്, ദൈവത്തിലാണ്. ചെപ്പിടി വിദ്യകളല്ല നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത്, ദൈവമാണ്. ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ആ ദിവ്യ ഔഷധം വിശുദ്ധ കുർബാന. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1210 വായിക്കുമ്പോൾ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത് കൃപ മാത്രമല്ല, കൃപയുടെ ദാതാവിനെ പോലുമാണ്. അതുകൊണ്ടാണ് കൂദാശകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിശുദ്ധ കുർബാനയെ നമ്മൾ കാണുക. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത് കൃപയുടെ ദാതാവിനെ, ദൈവത്തെ തന്നെ നമുക്ക് ലഭിക്കുന്നു എന്ന് സഭ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ ആത്മീയ അഭ്യാസങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളെ ഒരുക്കുന്നതായിരിക്കണം. ഇന്ന് ഇതുപോലുള്ള ചെപ്പിടി വിദ്യകളുടെ പുറകെ പോകുന്നവരും അത് നടത്തുന്നവരും അവർക്ക് വിശുദ്ധ കുർബാനയോടെ ഒരു സ്നേഹം, പ്രണയം ഉണ്ടാകണമെന്നില്ല. പോയി മര്യാദയ്ക്കൊരു കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ല, അതിന് മനസ്സ് വക്കത്തുമില്ല. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മാറ്റം വരേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളിൽ പലരും രോഗികളാകാൻ കാരണം, ദുർബലരാകാൻ കാരണം, മരിച്ചു പോകാൻ കാരണം അയോഗ്യതയോടെ കുർബാന സ്വീകരണം നടത്തിയതാണ്. എങ്കിൽ യോഗ്യതയോടെ അത് നടത്തിയാൽ ശരീരത്തിന് സൗഖ്യം, മനസ്സിന് ബലം, ആത്മാവിന് പുതുജീവൻ, ഇവയെല്ലാം നൽകുന്നതാണ് ദിവ്യകാരുണ്യം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എനിക്കറിയാവുന്ന പല വ്യക്തികളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔഷധം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. എന്തെല്ലാം രോഗാവസ്ഥകളോ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യുന്നത് കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. വിശുദ്ധ അൽഫോൻസസ് ലിഗോരി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം: പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള സമയമാണ്. ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും ആത്മീയ നന്മകൾക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള സമയമാണ്. ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏറ്റവും വലിയ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ, വൈകാരികത ആത്മീയതയ്ക്ക് ആവശ്യമില്ല. ഏറ്റവും വലിയ ആത്മീയത എന്താണെന്ന്
ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശുദ്ധമായ ഒരു ഹൃദയം ഉള്ളവരാണ് ആത്മീയ മനുഷ്യർ. അതാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക, ശുദ്ധ ഹൃദയമില്ലാതെ വന്ന് പണം കൊടുത്ത് വരം വാങ്ങിക്കാൻ നോക്കിയ ഒരു ശിമയോനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പത്രോസ് പറഞ്ഞത്, നിന്റെ ഹൃദയം ശുദ്ധമല്ല, അതുകൊണ്ട് തന്നെ നിനക്ക് കിട്ടാവുന്ന ശിക്ഷ വളരെ വലുതാണ്. രണ്ടാമത്തെ കാര്യമാണ് സത്യഹൃദയം. നമ്മൾ കാണുന്നുണ്ട് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. വിശുദ്ധ കുർബാനയെ സമീപിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സത്യഹൃദയം. ജീവിത വിജയം വരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സത്യസന്ധത. അതില്ലാത്തടത്ത് ദൈവം പ്രവർത്തിക്കില്ല, ദൈവം വസിക്കില്ല, ദൈവാത്മാവ് പ്രവർത്തിക്കില്ല എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധര് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് ജ്ഞാനമുള്ള ഹൃദയം. ആത്മീയതയുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 15-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാണെങ്കിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കും. ദൈവം പറഞ്ഞത്, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നത് നിനക്ക് ജ്ഞാനമുള്ള ഹൃദയമുണ്ടെന്ന് ഞാൻ കാണുമ്പോഴാണ്. മറ്റൊരു കാര്യം, വില കൊടുത്ത് സ്നേഹിക്കാൻ പറ്റുന്നതാണ് വലിയൊരു ആത്മീയത എന്ന് പറയുന്നത്. വില കൊടുത്ത്, അത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 15-12 വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചത് എത്ര വില കൊടുത്താണ് എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വില കൊടുത്ത് സ്നേഹിക്കാൻ പറ്റുന്നവരാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യർ എന്ന് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് ഏറ്റവും നല്ല ഒരു ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ശൂന്യവൽക്കരണത്തിന് സന്നദ്ധരാകുന്നവരാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യർ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഉദ്ധിതനായ കർത്താവ് പത്രോസുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം. 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി, പ്രായമാകുമ്പോൾ നീ കൈകെട്ടി നിൽക്കും, മറ്റൊരാൾ നിന്റെ അരമുറുക്കും, നീ ഇഷ്ടപ്പെടാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. സ്വയം ശൂന്യവൽക്കരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗലാത്യർ 2:20 പൗലോസ് പറയുന്നുണ്ട്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അവസാനമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് വെറുപ്പാണ്. നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ വെറുപ്പ്, വിദ്വേഷം, പക ഇത് കിടന്നാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ല. പകരം നമുക്കുണ്ടാകുന്നത് ഒരുപാട് സൈക്കോസൊമാറ്റിക് രോഗങ്ങളായിരിക്കാം. 1 യോഹന്നാൻ 3:15 നാം വായിക്കുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23 മുതൽ വായിക്കുമ്പോൾ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. പ്രഭാഷകൻ 28-ന്റെ 2-ാമത്തെ വചനം, അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിഷമാണ് നമ്മൾ ഇറക്കേണ്ടത്. അതിന് നല്ല കുമ്പസാരം, ദൈവവചനം, ഇതൊക്കെയാണ് നമ്മെ സഹായിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനം ജീവിച്ച് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തരും. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.